അസ്സലാമു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്, പച്ച ബിരിയാണി. നമ്മളിതിൽ ആഡ് ചെയ്യുന്ന അധിക ഇൻഗ്രീഡിയൻസും പച്ച കളറിലുള്ളതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വലിയ പണിയുമില്ല, നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അധികം മസാലപ്പൊടികൾ നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു മസാല തയ്യാറാക്കാനായിട്ട് ഉണ്ടാക്കുന്നത് കുറച്ചധികം മല്ലിയില, പുതിനയില, കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, അത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ, ഒരു പച്ച പേസ്റ്റായിട്ട് നമ്മളിത് മാറ്റിയെടുക്കും. അപ്പോൾ ഇത് നല്ലൊരു പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് തൈര് വേണമെങ്കിൽ ഒഴിക്കാം. നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് സുർക്കയാണ്, വിനാഗിരിയാണ് ആഡ് ചെയ്യുന്നത്. വിനാഗിരി ഒരു 1.5 ടേബിൾ സ്പൂണോളം, അതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാൻ വെള്ളത്തിന് പകരം വിനാഗിരിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പച്ച മസാലയാണ് ഇതിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ വേറെ ഒരു മസാലപ്പൊടികളും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഈ ഒരു മാരിനേഷനാണ് നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടിത് ചിക്കനിൽ അങ്ങോട്ട് പിടിപ്പിക്കണം. അപ്പോൾ ഇത് നമുക്കൊരു 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ധൃതിയാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം, മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് വെക്കണം. അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്കുള്ള ചോറ് തയ്യാറാക്കിയെടുക്കാം, റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഊറ്റിയിട്ട് എടുക്കുന്നതാണ്, ഒരുപാട് വെള്ളത്തിൽ അങ്ങോട്ട് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുന്നതാണ്. പക്ഷേ നമ്മളിവിടെ ഇത് നെയ്ച്ചോറായിട്ടാണ് എടുക്കുന്നത്, അങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത്, വെള്ളത്തിലിട്ടാണ്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെയ്യും സൺഫ്ലവർ ഓയിലും നമ്മൾ ഒരേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നെയ്യിൻ്റെ ഫ്ലേവറും ഇല്ല, എന്നാൽ സൺഫ്ലവർ ഓയിലിൻ്റെ ഒരുപാടില്ല. അപ്പോൾ രണ്ടും ഈക്വലായിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഏലക്കായ, ഒരു ചെറിയ പീസ് പട്ട, കുറച്ച് ഗ്രാമ്പു, ഒരു ജാതിക, പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു തക്കോലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബിരിയാണി അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകശാല റൈസാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അരി നല്ല വിട്ട് കിട്ടുകയും ചെയ്യും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസാണ് നമുക്ക് ഇതിനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. ഒന്നങ്ങോട്ട് വറന്ന് കിട്ടണം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് തിളച്ച വെള്ളമാണ്. എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ മുന്നേ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റൈസ് കുക്ക് ചെയ്തിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു നാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതങ്ങോട്ട് വേവിക്കാനായിട്ട് വെക്കാം. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ കുറച്ച് മല്ലിയിലയുടെ പേസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ക്ലിപ്പ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മസാല തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വലിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആ പാകത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ബിസ്ത തയ്യാറാക്കുന്നുണ്ട്, കുറച്ച് ബിസ്ത തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ഉള്ളി നന്നായിട്ട് അങ്ങോട്ട് സ്ലൈസ് ചെയ്തിട്ട് അതാണ് നമ്മൾ ബിസ്തയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബിസ്ത ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇനി ആ ഒരു എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ എല്ലാ പീസസും നമ്മൾ ഇട്ട് കൊടുക്കാം. നമുക്കിത് വല്ലാണ്ട് അങ്ങോട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് മസാല തയ്യാറാക്കിയിട്ട് അതിൽ കിടന്നിട്ട് ഒന്നുകൂടി ഫ്രൈ ആവും. അപ്പോൾ അത് നല്ലോണം അങ്ങോട്ട് കുക്കാവേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു മീഡിയം ഇതിലായിട്ട് ഇത് കുക്ക് ചെയ്യുകയും വേണം. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആയിട്ട് കിട്ടട്ടെ. അപ്പോൾ ഈ ഒരു ബിരിയാണി എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നും കിട്ടിയൊരു റെസിപ്പിയല്ല, നമ്മൾ നമ്മളുടേതായ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കിട്ടിയിട്ടുള്ളത്, നല്ലൊരു ഫ്ലേവറും ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 2 കുഞ്ഞി സവാള ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ്റെ പീസസൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു, നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി
സവാള നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് വീണ്ടും ഒരു പച്ച മസാല തന്നെയാണ്. മല്ലിയിലയും വെളുത്തുള്ളി, ഇഞ്ചി, പുതിനയില, പച്ചമുളക്, കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു മസാലയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാലയുടെ എരിവ് എന്ന് പറയുന്നത് വെറും പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെ എരിവാണ്. കുരുമുളകും നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, അധികം പച്ചമുളകാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 4 പഴുത്ത തക്കാളിയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാതും ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ നമ്മൾ ബിരിയാണിയിൽ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറാണ് കിട്ടുന്നത്. ഒരു മധുരമൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്താണെങ്കിലും ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ബിരിയാണി വയ്ക്കുമ്പോൾ എന്താണെങ്കിലും പൈനാപ്പിൾ കൂടി ആഡ് ചെയ്യണം. പൈനാപ്പിൾ ഫുൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പൈനാപ്പിളിൻ്റെ ഒരു 1/4 ഭാഗം അത്രയും ആഡ് ചെയ്താൽ മതിയോ. അങ്ങനെ കുഞ്ഞി പീസായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ഈ പൈനാപ്പിൾ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചിക്കനും കൂടി ഒപ്പം ആഡ് ചെയ്യണം. പിന്നെ അത് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കുള്ളൂ. ഈ ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരം അതിൽ കടന്നിട്ടൊന്ന് അങ്ങോട്ട് വേവണം ചിക്കൻ. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് അതൊന്നും അങ്ങോട്ട് വേവട്ടെ. ഇനി വലിയ പണിയൊന്നുമില്ല. ഇനി നമ്മൾ ദം ചെയ്യലാണ്. ഈ മസാലയുടെ മേലേക്ക് ചോറ് അങ്ങോട്ട് ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാലയുടെ മുകളിലായിട്ട് ചോറ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് 1 ടീസ്പൂണോളം പശു നെയ്യ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല നോർമലായിട്ടുള്ള നെയ്യാണ്, നാച്ചുറൽ ആയിട്ടുള്ള നെയ്യാണ്. അത് കാരണം നല്ല ഫ്ലേവർ ഉണ്ടാവും. അത് കാരണമാണ് നമ്മൾ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബിസ്തും കശുവണ്ടിയൊക്കെ നമ്മൾ അങ്ങോട്ട് വെതറി കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കിസ്മിസ് ഇട്ടിട്ടില്ല, കാരണം കിസ്മിസ് ബിരിയാണിയിലും പായസത്തിലൊന്നും ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ കശുവണ്ടിയും ബിസ്തിയാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ നമ്മളിവിടെ നമ്മുടെ ഈ ഒരു ബിരിയാണിയിൽ ഫുള്ള് നമ്മൾ മല്ലിയിലയും പുതിനയിലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണമാണ് നമ്മൾ കുറച്ചിട്ടുള്ളത്. ഇനി നമ്മളിതൊരു 1 മണിക്കൂറോളം നമ്മൾ ദം ചെയ്തിട്ട് വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ തുറന്നാൽ മതിയാവും. ബിരിയാണി നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അരിയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളിതിൽ അധികം പച്ച ഇൻഗ്രീഡിയൻസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുണ്ട്. അധികം മസാലയുടെ കുത്തലോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും എന്താണെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റും. ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മളൊക്കെ അറിയിക്കാം.